BJPക്ക് വിധേയമായി ഭരിക്കുകയാണ്. BJP പേടിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ പേടിയാണ്, പേടിച്ച് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, ഭയന്ന് ഭരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രശ്നമുണ്ട്. അദ്ദേഹം പ്രതിഫലിക്കും ഉറപ്പായിട്ട് അതൊക്കെ ആളുകൾക്ക് അറിയാമല്ലോ. അല്ല, തീർച്ചയായിട്ടും ഓരോ കാലത്തെ ഓരോ പ്രധാനപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അത് വിഷയമോ. കാരണം ജനങ്ങളെ, ഭക്തരെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. ഒരു ഗവൺമെൻറ് അവർ നിയോഗിച്ച ആളുകൾ അയ്യപ്പൻ്റെ സ്വർണം കവരുകയും അത് വിൽപ്പന നടത്തുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു. പരിപാവനവും പവിത്രവുമായ ശബരിമലയിൽ സ്വർണം കൊള്ളയടിക്കാമെങ്കിൽ ഇവർ ഈ ഖജനാവിൽ നിന്ന് എന്തുമാത്രം കൊള്ളയടിച്ചു കാണും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ പറയുന്നു BJPയും CPMും ഡീലാണെന്ന്. ആ ഡീലിനെ അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ, പൊളിക്കാൻ എന്ത് മരുന്നാണ് കയ്യിലുള്ളത്? അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊരു സെക്യുലർ മരുന്നാണല്ലേ പറയുന്നത്. ഞങ്ങൾ കാർക്കശ്യം നിറഞ്ഞ സെക്യുലർ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ മതേതര കേരളം അതിനെ അംഗീകരിക്കും. അത് പൊസിഷനിങ് ആണ്, നിലപാടാണ്, മാറ്റമില്ല. ആരുമായിട്ടും ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ആര് പ്രചരിപ്പിച്ചാലും ന്യൂനപക്ഷ വർഗീയത ആര് പ്രചരിപ്പിച്ചാലും അതിനെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നും കേരളത്തിലുള്ളൂ, അത് UDF ആണ്, കോൺഗ്രസ്സാണ് ശക്തമായി. അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ്, അതിൽ വെള്ളം ചേർക്കില്ല. അതിനേക്കാൾ വലിയ മരുന്ന് കേരളത്തിന് വേറെ വേണ്ട.